ഇത് പ്രാർത്ഥിക്കാൻ പറ്റിയ പള്ളിയല്ല, ഇത് ആക്ച്വലി ഇതൊരു ബാറാണ്. അയർലൻഡിലെ ടിപ്പററി ഫ്രാൻസിസ്കൻ ഫിയറി പള്ളി ബാറാക്കാനായിട്ട് വിട്ടുകൊടുക്കാതെ മലയാളികളങ്ങ് ഏറ്റെടുത്തു. ഐറിഷ് ടുഡേയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫാദറിൻ്റെയും പ്രദേശവാസികളുടെയും ഒക്കെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടുള്ളൊരു വാർത്ത കണ്ടു. 2 മില്യൺ യൂറോയ്ക്ക് ബാറുകാർ ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഇത് മലയാളി ഇടവക സമൂഹം പള്ളിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അത് പള്ളിക്കായിട്ട് ഏറ്റെടുക്കാനായിട്ട് പള്ളിക്കാർക്ക് കൊടുത്തുകൊണ്ട് അയർലൻഡുകാർ മാതൃക കാട്ടി. ഇവിടെ പല പള്ളികളും ബാറാകുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കാണാം. നമുക്കൊക്കെ പലർക്കും ഒരു ആശങ്കയുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പിരിച്വാലിറ്റിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പള്ളിയിലൊക്കെ കൊണ്ടുപോയി ഒക്കെയാണ് നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുന്നത്. നമ്മൾ ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ പള്ളിയിൽ പോക്ക് പട്ടികളും പ്രായമുള്ളവരും മാത്രമായിരിക്കും മിക്ക പള്ളികളിലും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുമോ അതിനൊക്കെ ഒരു മാതൃക കൂടി കാണിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മലയാളി കൂട്ടായ്മ. നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്കൊന്ന് പോവുകയാണ്. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇത് പ്രാർത്ഥിക്കാൻ പറ്റിയ പള്ളിയല്ല, ഇത് ആക്ച്വലി ഇതൊരു ബാറാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കയറി, ഒരു ലേഡിയാണ്. അപ്പോൾ ആൾ വന്നതേ ഉള്ളൂ. വന്ന സമയത്ത് ജസ്റ്റ് അകത്തോട്ട് കയറിപ്പോയപ്പോൾ അവിടെ ഇരുന്നവർക്ക് കാര്യം മനസ്സിലായി. എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ച് സ്പിരിച്വാലിറ്റി ഉണ്ടാക്കുന്ന സ്ഥലമല്ല, ഇത് സ്പിരിറ്റ് ഉള്ള സ്ഥലമാണ് എന്നാണ് അവർക്ക് മറുപടി കിട്ടിയത്. അപ്പോൾ ഒരു ചെറിയ ചമ്മലോടെ ഇറങ്ങി പോരേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കാവുന്ന മുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും മദ്യക്കുപ്പികളിലൊക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ കയറാവുള്ളത്. പള്ളിയാണോ ബാറാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് 1-2 മനോഹരമായിട്ടുള്ള പള്ളികൾ അടുത്തടുത്തൊക്കെ ആയിട്ടുള്ള പള്ളികളുണ്ട്. പണ്ട് വിശ്വാസം അയർലൻഡുകാർ വളരെയധികം മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ കാലക്രമേണ ഇപ്പോൾ അവരുടെ പള്ളിയിലേക്കൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടികളും പ്രായമുള്ളവരും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ട് അവർ മറ്റാഘോഷങ്ങളിലേക്ക് മാത്രമായിട്ടുള്ള സമയം ചെലവഴിക്കുന്ന ഒരു രീതികളിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ചെറുപ്പക്കാരുമൊക്കെ സ്പിരിച്വാലിറ്റി നിലനിർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് കണ്ട ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് പള്ളിയാണ്. പക്ഷേ കൂടുതൽ പള്ളികൾ തന്നെ ഒരേ സ്ഥലത്തുണ്ട്. ആവശ്യത്തിന് ഒരു പള്ളിയിൽ വരാനായിട്ട് ആവശ്യത്തിലധികം ആൾക്കാരില്ലാതിരിക്കുകയും ചെയ്യും. അവർ ആ ഒരു സ്ഥലം വെറുതെ കിടന്ന് നശിപ്പിക്കാതെ അത് ഇതുപോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അതിനെ നമുക്ക് ഉറപ്പായിട്ടും തെറ്റ് പറയാൻ പറ്റില്ല. ഉള്ള സ്ഥലം മനോഹരമായിട്ട് വെക്കുകയും അതിന് ആരാധനാലയങ്ങളിൽ ആ ഒരു ചരിത്ര പ്രാധാന്യമൊക്കെ അവർ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഇതുപോലെയുള്ള വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവർ ഇതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതി, ടാക്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ടൂറിസം, നമ്മളിത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു പള്ളി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ഇവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. നമ്മൾ ഒരാൾക്ക് ഇവിടെ കയറുന്നതിന് 30 യൂറോയാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 3000 രൂപയോളം വരും. ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ഇതിനകത്ത് വലിയ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഉണ്ടാക്കുന്ന മദ്യം ഉണ്ടാക്കുന്നത് മുതൽ അല്പം ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഒരു ഗൈഡ് വന്ന് കാണിച്ചു കൊടുക്കുന്നു. യാത്രക്കാർ ഇതൊക്കെ അത്ഭുതത്തോടെ കണ്ട് അവർ മദ്യമൊക്കെ ടേസ്റ്റ് ചെയ്ത് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ഇത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂറിസത്തെ അവർ ഒരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ടൂറിസത്തെ വികസിപ്പിക്കാനായിട്ട് അവരതൊരു പാക്കേജ്, ഒരു ടൂർ പാക്കേജ് പോലെ ആക്കിയിട്ട് ആൾക്കാർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് അത് നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് അത് അവരുടെ ആ ഒരു വികസനത്തിന്, രാജ്യത്തിൻ്റെ വികസനത്തിന് അവർ കാരണമാക്കി തീർക്കും. നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മുടെ ധാരാളം ചെത്തുതൊഴിലാളികളുണ്ട്, നമ്മുടെ നാടൻ കലാരൂപങ്ങളുണ്ട്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പ്രകൃതി കൊണ്ടും നമ്മുടെ തനതായ കലകൾ കൊണ്ടുമൊക്കെ ഒത്തിരി സമ്പന്നമാണ്. നമ്മുടെ ആ കേരളത്തിലെ ഈ നല്ല കാര്യങ്ങളെ, കഥകളി, ചെത്തുതൊഴിലാളികളുടെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ പോലും, ചെത്തുതൊഴിലാളികൾ തെങ്ങ് ചെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും അത്
ഇതുപോലെ ഒരു ഗൈഡിനെ വെച്ച് വിദേശികൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ അവിടെ എത്തിച്ച് അവരിൽ നിന്നൊരു നല്ല ഫീസൊക്കെ ഈടാക്കി ഒരു നല്ല രീതിയിൽ അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവർ പോവുകയാണെങ്കിൽ, അഴിമതി ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ടൂറിസം വികസിപ്പിക്കാനായിട്ട് വളരെയധികം ടൂറിസം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണ് കേരളം. ചെറിയ ചെറിയ രാജ്യങ്ങളായ ശ്രീലങ്കയും പിന്നെ മാലദ്വീപും ഇവരൊക്കെ ആ ടൂറിസം വികസിപ്പിക്കുന്ന ആ ഒരു സാധ്യതകൾ ഒക്കെ നമുക്ക് ഇതിന് തീർച്ചയായിട്ടും മാതൃകയാക്കാവുന്നത് തന്നെയാണ്. അയർലൻഡുകാരുടെ ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മുടെ മിതമായ സ്പിരിച്വാലിറ്റി അയർലൻഡുകാരും മാതൃകയാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അമിതമായി മുഴുകി പ്രാർത്ഥന അല്പം പോലും ഇല്ലാതെ ജീവിത ആസ്വാദ്യം മടുക്കുന്ന അയർലൻഡുകാരെ ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മലയാളികൾ ഏറ്റെടുത്ത ഈ പള്ളി വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നത്. അയർലൻഡുകാർ നമ്മളിൽ നിന്നും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിശ്വാസ സമൂഹം അവരും അവരുടെ മക്കളെയും ആഡംബരത്തോടൊപ്പം വിശ്വാസത്തിലൂടെയും കടത്തിക്കൊണ്ട് പോകുന്നു എന്നതിന് ഒരു ഉത്തമ മാതൃകയാണ് മലയാളികളുടെ ഈ നേട്ടം. വളരെ ആഹ്ലാദം ഉള്ള ഒരു വാർത്തയാണ് കേട്ടത്. അയർലൻഡിലെ ടിപ്പററി ഫ്രാൻസിസ്കൻ ഫിയറി പള്ളി ബാറാക്കാനായിട്ട് വിട്ടുകൊടുക്കാതെ മലയാളികളങ്ങ് ഏറ്റെടുത്തു. ഫാദറിൻ്റെയും പ്രദേശവാസികളുടെയും ഒക്കെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടുള്ളൊരു വാർത്ത കണ്ടു. മലങ്കര ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ ഫാദർ മാത്യു കുട്ടൻചിറയ്ക്കും ഒപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന ആ മലയാളി സമൂഹത്തിനും ആ പ്രദേശവാസികളായിട്ടുള്ള മലയാളി കൂട്ടായ്മയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു അവസരം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഇടിച്ചമർത്താനും ഒന്നും ആരും മറക്കണ്ട. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.